പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രാമങ്ങളുടെ കാഴ്ചകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മളൊരു ഉൾഗ്രാമത്തിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. എൻ്റെയോടൊപ്പം ഇന്നുള്ളതെന്ന് പറയുന്നത് കമലകം ഊരിലെ മണികണ്ഠനാണ്. ഇത് മണികണ്ഠൻ, പിന്നെ അവൻ്റെ അനിയൻ രഞ്ജിത്താണ്. അപ്പോൾ നമ്മളിന്ന് 3 പേരും കൂടെയാണ് നമ്മളിന്നൊരു ഉൾഗ്രാമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാമം എവിടെയാണ്, ഏത് ജില്ലയിലാണ് ഈ ഒരു ഗ്രാമം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളിന്ന് 3 പേരും കൂടെ കല്ലുപാറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു കല്ലുപാറ എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിൽ പേപ്പാറ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കല്ലുപാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കല്ലുപാറയിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കല്ലുപാറയിലേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററിനകത്തുണ്ട്. വനത്തിനുള്ളിലൂടെയുള്ളൊരു യാത്രയാണ്. കാട്ടാനയും അതുപോലെ കാട്ടുപോത്തും ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വഴിയുണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുള്ള വഴിയാണ്. അപ്പോൾ കല്ലുപാറ വരെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കയറി വന്ന കുറച്ച് ഭാഗത്താണ് ഈ ഒരു കോൺക്രീറ്റ് ഉള്ളത്. ഇപ്പം താഴെ നിന്ന് കയറി വന്നപ്പോൾ ഇതുവരെ ഇപ്പോൾ കോൺക്രീറ്റ് ഉണ്ട്. പിന്നെ ഇതിന് മുന്നിലോട്ടുള്ള സ്ഥലങ്ങളിലും കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ഇതുവരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ കല്ലുപാറ ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും സജിത്ത് പുത്തോട് വ്ളോഗ്സിലേക്ക് സ്വാഗതം. താഴേന്ന് അത്യാവശ്യം നമ്മൾ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. നമ്മൾ പോകുന്നത് നമ്മുടെ സ്പ്ലെൻഡറിലാണ്. ഇതെൻ്റെ സ്പ്ലെൻഡറല്ല, ഇതെൻ്റെ ചേട്ടൻ്റെ സ്പ്ലെൻഡറാണ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ട്രിപ്പിൾസ് അടിച്ചാണ് കേട്ടോ നമ്മൾ കല്ലുപാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിരപ്പാണ്. ഈ ഒരു നിരപ്പുള്ള സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നാം മുന്നിലേക്കുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അതായത് ഈ കാണുന്ന വഴിയുണ്ട്. ഈ ഒരു വഴി അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ മാത്രമാണ് കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി കല്ലുപാറയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടാലോ. അങ്ങനെ കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ കണ്ടോ, ഒറ്റ മനുഷ്യനില്ല, ഫുള്ള് കാടാണ്. അത്യാവശ്യം നല്ല കൊടും വനമാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ, കാട്ടാന ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ പോകുന്ന ഈ വഴികളൊക്കെ കേട്ടോ. അപ്പോൾ മുന്നിലേക്ക് നമ്മൾ പോകുന്ന വഴിയുണ്ട്, എത്രത്തോളം മനോഹരമാണ് നമുക്ക് ഈ ഒരു വഴി കാണാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഊരുകളിൽ വച്ചിട്ട് കല്ലുപാറ ഊരിലെ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമത്തിലേക്കുള്ള റോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കോൺക്രീറ്റ് എത്ര ദൂരമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും വിതുര ഗ്രാമപഞ്ചായത്തിലുള്ള അവർ ഇത് കൃത്യമായിട്ട് നല്ല രീതിക്ക് തന്നെ ഈ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് സുഖമായിട്ട് കല്ലുപാറ ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റും. പോകുന്ന വഴികളിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളി റോഡും നല്ല നിശബ്ദമാണ് ഇവിടെ. ഒരു വണ്ടിയുടെ ഒന്നിൻ്റെ ശബ്ദമില്ല. കുഞ്ഞു കിളികളുടെ മാത്രം ശബ്ദമുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് കുറേ ദൂരം മുന്നിലേക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണാം. നമ്മൾ പോകുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അത്യാവശ്യം വലിയ ഒരു കയറ്റമാണ്. മുമ്പ് നമ്മളിവിടെ പോകുന്ന സമയത്തുണ്ടല്ലോ ഈ ഭാഗങ്ങളെല്ലാം ഭയങ്കര കട്ടർ പിടിച്ചിടുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി നല്ല കോൺക്രീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈക്ക് ഓടിച്ച് സുഖമായിട്ട് പോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുകളിലാണ് കല്ലുപാറ. നമ്മൾ പറയുന്നത് പോലെ ഭയങ്കരപ്പെട്ട ദൂരമൊന്നുമില്ല, എന്നിരുന്നാലും അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക് കല്ലുപാറയിലേക്ക് എത്താനായിട്ട്. നമ്മളിന്ന് 3 പേരാണ് കേട്ടോ ബൈക്കിൽ പോകുന്നത് കല്ലുപാറയിലേക്ക്. കല്ലുപാറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ ഒരു നിരപ്പാർന്നൊരു സ്ഥലമാണ്. ഇവിടെ നല്ല പച്ചപ്പൊക്കെയുള്ള കാടാണ് കേട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ റോഡെന്ന് പറയുന്നത് ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്ന മുന്നിലേക്കുള്ള ഈ കാണുന്നതാണ് കല്ലുപാറയിലേക്ക് പോകുന്ന റോഡ്. ഇത് കയറി എനിക്ക് തോന്നുന്നൊരു ചുരം പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് കല്ലുപാറയിലേക്ക് പോകേണ്ടത്. ഇതെങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടോ, എന്ത് രസമാണെന്നറിയാവോ. നല്ല പച്ചപ്പൊക്കെയാണ് ഈ ഒരു സമയത്ത് കല്ലുപാറയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അപ്പോൾ കല്ലുപാറയിലേക്കുള്ള യാത്ര അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. കല്ലുപാറയിലേക്ക് പോകുന്ന വഴിയുണ്ടോ, ഭയങ്കര രസമാണ്. കുറേ കല്ലുകൾ മാത്രമാണ്.
പോണ വഴിയിലല്ല. റോഡിൻ്റെ കാര്യം നമ്മൾ വളരെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. റോഡ് മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു മരം വീണിട്ടുണ്ട്. അതിനെ ഇവർ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡ് തടസ്സമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മഴയത്തപ്പോൾ വീണതാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു കയറ്റമാണ് കേട്ടോ. ഈ ഒരു കയറ്റം കയറി അങ്ങ് മുകളിലെത്തണം കേട്ടോ നമുക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടാനായിട്ട്. നല്ല കയറ്റമാണ്. നമ്മൾ ആ കയറ്റം കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കല്ലുപാറയ്ക്ക് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലം. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് റോഡ് മാർഗം നമ്മൾ മാങ്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ റോഡ് മാർഗം അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ കേട്ടോ കല്ലുപാറയിൽ എത്താനായിട്ട്. അപ്പോൾ റോഡൊക്കെ അടിപൊളിയാണ്. അപ്പം ഈ കല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പാറയുണ്ട്. അപ്പോൾ ഈ ഒരു പാറയ്ക്ക് അടിയിൽ മാത്രമേ വണ്ടി പോകത്തുള്ളൂ. ഇതിന് മുകളിലേക്ക് ഈ ഒരു ഗ്രാമത്തിലേക്ക് വണ്ടി എത്തത്തില്ല. കാരണം ഈ ഒരു പാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ ഈ ഒരു കല്ലുപാറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ അങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തതിന് ശേഷം അവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കിടാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പോയാലോ. നമ്മൾ കയറി വന്നത് ഈ കാണുന്ന താഴെ കൂടെയുള്ള റോട്ടിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ കോൺക്രീറ്റൊക്കെ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞല്ല ഈ ഒരു ഗ്രാമത്തിലേക്ക് വണ്ടിയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഈ ഇരിക്കുന്നത് ഈ കല്ലുപാറ ഗ്രാമത്തിലുള്ളവരുടെ വണ്ടിയാണ്. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവച്ച എൻ്റെ വണ്ടിയാണ്. പിന്നെ ഈ മുന്നിൽ കാണുന്നത് ഇതെല്ലാം കല്ലുപാറ ഉള്ളവരുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മല കണ്ടോ, ഇതൊരു വലിയൊരു പാറയാണ്. ഈ ഒരു പാറയ്ക്ക് മുകളിലാണ് ഈ ഒരു കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു സ്ഥലം വരെ വണ്ടി വന്നതിന് ശേഷം ഇവർ ഇവിടെ നിന്ന് പിന്നെ നടന്ന് തന്നെയാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നതും. പിന്നെ അതുമല്ല, ഈ ഒരു ഗ്രാമത്തിൽ ഇവർ വീടെല്ലാം വെച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലത്ത് കല്ലുകൊണ്ട് ഇറക്കിയിട്ട് തലചുമടായിട്ട് ചുമന്നുകൊണ്ടാണ് ഇവർ ഈ കാണുന്ന മലയ്ക്ക് മുകളിലുള്ള ഗ്രാമത്തിൽ വീടെല്ലാം വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോയിട്ട് ഈ ഗ്രാമത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ഈ കാണുന്നത് ഒരു വലിയൊരു പാറയാണ്. ഈ പാറയ്ക്ക് മുകളിലെല്ലാം ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറി ഈ പാറയ്ക്ക് ടോപ്പിലെത്തണം. ടോപ്പിലെത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കല്ലുപാറ ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റുന്നത്. എൻ്റെ കൂടെ ഇന്ന് വന്നത് ഈ 2 പയ്യന്മാരാണ്. ഇവന്മാരിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാരവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കല്ലുപാറയിലേക്കുള്ള യാത്ര അങ്ങനെ തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വഴിയിലൂടെ മുന്നിലേക്കാണ് യാത്ര ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലം വരെ മാത്രമാണ് വണ്ടി വരുന്നത്. വണ്ടി വന്നതിന് ശേഷം ഈ ഒരു ഊരിലുള്ളവർ അവിടെ നിന്നാണ് ഇവർക്ക് വീട്ടാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളായാലും പിന്നെ അതുപോലെ ഇവർ വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികളെല്ലാം നമ്മൾ പിറകിൽ കണ്ട ആ ഒരു വലിയ മല കയറിയിട്ടാണ് ഇവർ ചുമന്നുകൊണ്ടാണ് മുകളിലെത്തിക്കുകയും അവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് വീടുകളായാലും ആഹാര സാധനങ്ങളായാലും ഓരോ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതായാലും അതുപോലെ ഒരു വീട് വയ്ക്കുന്നതായാലും എല്ലാം തലചുമടായിട്ട് ചുമന്നിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. കല്ലുപാറയിലേക്ക് പോകുന്ന വഴിയിൽ നിന്നിട്ട് കാണുന്ന കാഴ്ചകളാണ് അങ്ങോട്ട് കണ്ടോ. അവിടെ ആ ഭാഗം ബിദിരയാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഇതിനെക്കാട്ടി വലുതായിട്ട് നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവർ വീട് വയ്ക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കല്ലുകളൊക്കെ കൊണ്ടുപോയതിൻ്റെ ഭാഗങ്ങളാണ് കണ്ടത്. ഇതൊക്കെ ഇവരിവിടെ ഉപേക്ഷിച്ച കല്ലുകളാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ കണ്ട ഇവിടെയും ഒരു ഇഷ്ടിക കിടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം അത്യാവശ്യം ഇഷ്ടിക കല്ലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിരപ്പാർന്നൊരു പ്രദേശമാണ്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ഒരു വലിയൊരു ചെങ്കുത്തായിട്ടുള്ളൊരു കയറ്റമാണ്. ഈ കയറ്റം കയറി എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ കല്ലുപാറയുള്ളവർ ഈ ഒരു കയറ്റം കയറി ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. ഭയങ്കര വലിയ സ്റ്റെപ്പാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നൊരു 100-200 മീറ്ററോളം ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ മരം വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ ഡേഞ്ചറാണ്. കയറിപ്പോയി ദൈവമേ. ഓക്കെ, എൻ്റെ കൂടെ വന്ന മണികണ്ഠൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. പാറയിലൊക്കെ പടികളൊക്കെ ഇവർ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതുമല്ല കല്ലുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഓരോരോ അടിപൊളിയായിട്ട് പടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഈ ഒരു പടി ഉണ്ടെങ്കിൽ മാത്രമേ കല്ലുപാറയിലേക്ക് നമുക്ക്
എത്തിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. താഴ്ന്ന് നമ്മളിതാ കുറച്ച് ദൂരം ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് ഇതാ. ഇവിടെയൊക്കെ നല്ല താഴ്ന്നുണ്ട്. അങ്ങ് താഴെ നിന്നാണ് ഞങ്ങൾ കയറി വന്നത്. അതിനുശേഷം നമുക്കിനി പോകേണ്ടത് ഇതാ ഇപ്പുറത്തുള്ള ഭാഗത്തുകൂടെയാണ് കേട്ടോ. അപ്പോൾ താഴെ നിന്ന് അത്രയും കയറി വന്നപ്പോൾ തന്നെ ഇവിടുത്തുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇനിയും സ്റ്റെപ്പുകളുണ്ട് നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട്. പതിയെ ഈ ഒരു സ്റ്റെപ്പ് കയറി അങ്ങ് മുകളിൽ പോകണം. കുറച്ചങ്ങ് മുകളിൽ പോയാൽ മാത്രമാണ് നമുക്ക് കല്ലുപാറയിലേക്ക് എത്താൻ പറ്റുന്നത്. കണ്ടോ, ഭയങ്കര വലിയ സ്റ്റെപ്പുകളാണ് ഇവിടെ. ഓക്കെ, നമ്മൾ കുറച്ചിങ്ങ് കയറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുകളിൽ കയറി വന്നപ്പോൾ നമുക്ക് കാണുന്ന ഒരു വ്യൂ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് ഈ കണ്ടോ. എന്ത് അടിപൊളി വ്യൂ ആണെന്ന് നോക്കിയാൽ. എങ്ങനെയുണ്ട് രഞ്ജിത്തെ? ഒരു രക്ഷയില്ല കേട്ടോ. പ്രതീക്ഷിച്ചില്ല കണ്ടോ, ഇത് കുറച്ച് ഭാഗം കയറി വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ്. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് പോകുമ്പം ഇതിനെക്കാട്ടി അടിപൊളി വ്യൂ നമുക്ക് കല്ലുപാറ പോയാൽ കിട്ടും. പയ്യന്മാർ ഇതാ ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പകുതി മാത്രം ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് അത്രയേ കയറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഒക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതാ ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ പടികൾ കയറിയിട്ട് വേണം നമുക്ക് കല്ലുപാറ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്താനായിട്ട്. ആഴന്ന് കയറി വന്നതിന് ശേഷം നമ്മളിതാ പിന്നെയും കുറച്ച് മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുണ്ടോ, നമ്മൾ താഴെ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഫുള്ള് സ്റ്റെപ്പാണ്. എത്തിയില്ല കേട്ടാ. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം മാത്രമാണ് കല്ലുപാറയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. കാണുന്നത് കണ്ടോ, ഇതുവരെ കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള കുറ്റി ഇങ്ങനെ രണ്ട് സൈഡിലും അടിച്ചടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളാണ് കണ്ടോ. നല്ല കാതൽ കമ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ ഇത് മണ്ണൊലിച്ച് അങ്ങനെ പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് നമ്മളിങ്ങനെ കയറി വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയിട്ടില്ല. കണ്ടോ, ഇത് മൊത്തം ഇങ്ങനെ മരം വച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകളാണ് കണ്ടോ. പിന്നെയും നമ്മൾ നടക്കാൻ തുടങ്ങി. ഇനിയും താഴെ ഏകദേശം ഒരു 200 മീറ്ററോളം ഉണ്ട് നമുക്ക് ടോപ്പിലോട്ട് കയറി പോകാൻ. കണ്ടുണ്ട്, ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ഇവിടെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലേക്ക് എത്തിക്കുന്നവരെ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഊരിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇത്ര കയറ്റമൊന്നുമില്ല. പിന്നെ എന്താ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകൾ കയറി നമ്മൾ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ കല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളിയല്ലേ. കാട്ടിനുള്ളിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കയറ്റമായിരുന്നു. നല്ല കയറ്റം കയറി ടോപ്പിലേക്ക് എത്തി. ഫുള്ള് സ്റ്റെപ്പുകൾ വരെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കല്ലുപാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവ ഇരിക്കുന്നത് വനത്തിൻ്റെയും അതുപോലെ ആൾക്കാരുടെ കൃഷിയിടത്തിൻ്റെയും തമ്മിലുള്ള അതിർത്തിയാണ്. അത് ജെണ്ടയെന്ന് പറയും. അങ്ങനെ ജെണ്ടയായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴെ നിന്ന് കല്ലൊക്കെ എടുത്തുകൊണ്ട് തലചുമടായിട്ട് കൊണ്ട് നമ്മൾ കണ്ടല്ലോ ആ ഒരു ഭയങ്കരമായിട്ടുള്ള കുത്തുകയറ്റം കയറിയിട്ട് അവിടെയുള്ള ഒരു കല്ലൊക്കെ കൊണ്ട് ഇട്ടിരിക്കുന്നത് ഇതാണ്ട് ഇവിടെയാണ്. അങ്ങനെ പടിപടിയായിട്ട്, അതായത് ഓരോ സ്റ്റെപ്പായിട്ട് കല്ലൊക്കെ കൊണ്ട് ഇട്ടിട്ടാണ് ഇവർ ഓരോ വീടുകളൊക്കെ ചെയ്തത് കേട്ടോ. അതാണ്ട് ഇത്രയും കല്ലുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതാ അവിടെയും കുറച്ച് ഇഷ്ടിക കല്ല് കിടക്കുന്നുണ്ട്. പിന്നെ അതാ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന വഴിയിലൂടെ മുന്നിലേക്ക് പോകുമ്പോഴായിരിക്കാം കല്ലുപാറയിലെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് കല്ലുപാറയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും കല്ലുപാറയിലേക്ക് യാത്ര ചെയ്ത് പോവുകയാണ്. കുറച്ച് സമയം നമ്മളൊരു കയറ്റമൊക്കെ കയറിയിട്ട് കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇത്രയും സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ എന്തൊക്കെ കൃഷികളാണ് ഉള്ളത് എന്നും കൂടെയൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ കല്ലുപാറയിലുള്ള ആൾക്കാരാരെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളുമായിട്ട് അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ പിന്നെയും കല്ലുപാറയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുഞ്ഞു വഴിയിലൂടെയാണ് നമ്മൾ കല്ലുപാറയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഈ തൊട്ട് സൈഡിലൊക്കെ കാണുന്നത് ഇവിടുത്തെ കൃഷിവിളകളാണ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ കയറി വരുമ്പം കാണാൻ പറ്റുന്നത് റബ്ബറിൻ്റെ കൃഷികളാണ് കേട്ടോ. അതായത് നമ്മുടെ റബ്ബർ മരത്തിൻ്റെ കൃഷികളാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇരിക്കുന്നത് ഒരു ജെണ്ടയാണ് കേട്ടോ. വനത്തിൻ്റെയും അല്ലാതെ ആൾക്കാരുടെ വിളകളുടെയും തമ്മിലുള്ള ഒരു അതിർത്തിയാണ്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ആൾക്കാരുടെ വീടുകൾ ലക്ഷ്യമാക്കിയിട്ടുള്ള നടത്തത്തിലാണ്. നമ്മൾ വന്നപ്പോൾ പിറകിൽ ആ ഭാഗത്ത് ആനയാണെന്ന് തോന്നുന്നു കുറച്ച് മലയിഞ്ചി ഇങ്ങനെ പറിച്ച്
അതായത് ആന വന്നിട്ട് മലയിഞ്ചി പറിച്ചെടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് പോകുമ്പോൾ എന്തായാലും ഒന്നും കൂടെ നോക്കാം. കുറച്ചിങ് ഇപ്പുറത്തേക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കല്ലുപാറയിലെ റബ്ബർ കൃഷിയാണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ പ്രധാനമായിട്ടും ഇത്തരം ഗ്രാമങ്ങളിലേക്ക് പ്രധാന കൃഷിയെന്ന് പറയുന്നത് റബ്ബർ തന്നെയാണ്. അപ്പോൾ നമ്മളിതാ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉള്ള ഓരോ റബ്ബറിൻ്റെ വലിപ്പം കണ്ടോ. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള റബ്ബറുകളാണ്. പക്ഷേ ഇതൊന്നും മുറിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിന് മുകളിൽ, ഈ ഒരു ഗ്രാമത്തിന് മുകളിലേക്ക് വണ്ടി എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് റബ്ബറൊക്കെ മുറിച്ചു കൊടുത്താലും അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു വില കിട്ടത്തില്ല. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു താഴെ ഉണ്ടല്ലോ, ഈ മലയ്ക്ക് താഴെ നിന്ന് തലചുമടായിട്ടാണ് ഈ വീട്ടിന് ആവശ്യമായിട്ടുള്ള സിമൻറ്റ് കല്ലുകളും ജനലും അതുപോലെ കോൺക്രീറ്റിൻ്റെ സാധനങ്ങളെല്ലാം തലചുമടായിട്ട് ചുമന്നുകൊണ്ടാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചിട്ട് എന്തായാലും വീട് ഇത്രത്തോളം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ കണ്ടത് ആ ഒരു വീടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞിതാ കശുമാവിൻ്റെ കൃഷികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ മുന്നിലേക്കൊരു വഴി കിടക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വഴിയിലൂടെയാണ് കല്ലുപാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്ലാവിലൊക്കെ അത്യാവശ്യം ചക്കകളൊക്കെ ഉണ്ട്. അതുമല്ല ഉള്ള പ്ലാവുകളൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാവുകളുമാണ്. ഇത് കണ്ടോ, ഇത് കാട്ടാനയാണ്. കാട്ടാനയുടെ കാൽപ്പാടാണ് കേട്ടോ. കാട്ടാന വന്നിട്ട് ഇതാ കണ്ടോ, ചക്കയൊക്കെ കാട്ടാനയാണ് കേട്ടോ പറിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ അവിടെയൊക്കെ ഇതാ ഈ ഒരു പ്ലാവിലുള്ള ചക്കയൊക്കെ കാട്ടാന പറിച്ച് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം നോക്കിയാണ്. അതുകൊണ്ട് ഇതൊക്കെ കാട്ടാന ഇറങ്ങിപ്പോയതാണ്. ഇതാ ഇവിടെ എല്ലാം കാട്ടാനയും കാട്ടുപോത്തും ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം കവുങ്ങുണ്ട്, പിന്നെ അതാ കൊക്കുവൊക്കെ ഉണ്ട് കേട്ടോ കൃഷി. ഇതൊരു വീടാണ് കേട്ടോ ഈ കാണുന്നത്. കാണുന്നൊരു വീട് കണ്ടോ, ഇത് കല്ലുപാറയിലൊരു വീടാണ്. നമ്മൾ ഇതിലെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്ത് ആ സൈഡിൽ 2-3 വീടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തി എങ്ങോട്ടോ പോയി. 2-3ഓളം വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. അതാ ഈ കാണുന്നൊരു സ്ഥലം കണ്ടോ. ഇവിടെ അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു നിരപ്പാർന്നൊരു പ്രദേശമാണ്. അപ്പോൾ അതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ താഴെ നിന്ന് ഈ ഒരു ഗ്രാമം കയറി മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല. നമ്മൾ വിചാരിക്കും ഇതിന് മുകളിൽ ഭയങ്കര പാറാക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല നിരപ്പാർന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കല്ലുപാറയിൽ. അതോടൊപ്പം തന്നെ വയലും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കൃഷികളും കല്ലുപാറയിലുണ്ട്. കല്ലുപാറയിലെത്തിയപ്പോൾ ഇവിടുത്തെ നമ്മളൊരു മാമനുണ്ട്. അപ്പം തൊട്ട് താഴെ എന്തോ ഒരു പാറ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പാറ കാണിക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മളിവിടെ ഒരു പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് ഒക്കെ പാറേനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. പോയി അത് ഇതേല്ല മറ്റേ ചങ്ങലി പാറ എന്ന് വന്ന് ഇങ്ങനെ പോയി അപ്പുറത്ത് മറ്റേ അവിടെ പെന്തല മരുന്ന പാറ ഉണ്ട്, വലിയ പാറ. അവിടെ പോയി അവിടെ മറ്റേ തേവരുന്ന ഒരു ദേവതയുണ്ട്. ആ ദേവത കല്ല് പെറുക്കി ഈ മറ്റേ അന്ന് മറ്റേ ആൾക്കാരൊന്നും കൂടെ ഇല്ല, നാട്ടിലെ കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ളു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ പാമ്പ് എന്ന് വെച്ചാൽ അന്ന് അന്നൊക്കെ കാലം എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞാൽ വിശ്വസിക്കൂല. അതാണ് അവിടെ നിന്ന് പാമ്പ് ചിറ വിരിച്ച് പറന്ന് പോകാൻ വേണ്ടി നിന്നപ്പോഴേ ദേവരൻ്റെ പെമ്പറിനൊരു കല്ല് തലയിലെടുത്ത് വെച്ച് അവരെ അവിടെ ഒതുക്കി. അങ്ങനെ അങ്ങനെ ആ പോയ പാമ്പിൻ്റെ ഇവിടെ പാടുണ്ട്. പാട് കണ്ട് വിശ്വസിക്കില്ല ആളും. ഇപ്പോഴുള്ള മനുഷ്യർ വിശ്വസിക്കില്ല. അതെ, അവർക്ക് വിശ്വാസം വരും. പാമ്പ് അതുകൊണ്ടാണ് പാമ്പ് പോയ പാറെന്ന് പറയുന്നത്. അത് വന്നതെന്ന് വെച്ചാൽ ചങ്ങലിപ്പാറ എന്ന് പറഞ്ഞാൽ പാറയെന്ന്. ചങ്ങലിപ്പാറ നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ മുകളിൽ ചങ്ങലിപ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ചങ്ങലം പൊട്ടിച്ച് വന്ന പാറയാണ്. അവിടെ നിന്ന് വന്ന് ഇവിടെ കൂടെ ഇതിലാണ് പോയത്. അപ്പം നമ്മുടെ വിശ്വാസപ്രകാരം അങ്ങനെ ഇതിലെ പോയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിനപ്പുറം പോയില്ല, ആ പാമ്പ് പോയില്ല. അപ്പോൾ ഇതാണ് പാമ്പിൻ്റെ പാമ്പ് പോയെന്ന് പറഞ്ഞ ആ ഒരു പാറയുടെ ഇത് കാണിച്ചു തരാം. നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാ ഇവിടെ കണ്ട. അപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാറയുടെ ബാക്കി ഭാഗങ്ങളിലെല്ലാം വെച്ച് നോക്കിയിട്ട് ഇതാ തൊട്ട് താഴെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാമ്പ് പോയതായിട്ടുള്ളൊരു അച്ച് കാണാൻ പറ്റും നമുക്ക്. ഈ പാറയിലൂടെ എന്തോ ഇങ്ങനെ ഒരു സാധനം ഒരഞ്ഞു പോയതായിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും കേട്ടോ. അതായത് ഇത് കണ്ട, ബാക്കി പാറകളെല്ലാം ഈ സൈഡ് ഇങ്ങനെ ഇത് കണ്ട, ഇവിടെ കണ്ട, ഇത് ഇങ്ങനെ അങ്ങനെ ഒരു അച്ച് പോലെ കണ്ട, അങ്ങനെ അങ്ങ് ഭാഗം അങ്ങനെയുണ്ട്. ഇതാണ് പാമ്പ് പോയ പാറ കേട്ടോ.
പാമ്പ് പോയ പാറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കല്ലുപാറയിലൊരു പയ്യനെ കണ്ടിട്ടുണ്ട്. പേര് പറ. കല്ലുപാറ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ സെറ്റിൽമെൻറ്റിനകത്ത് തന്നെയുള്ളൊരു പാറയാണ് പാമ്പ് പോയ പാറ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പാറയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ നമ്മുടെ കല്ലുപാറയിൽ അശോകൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായി കാണും. ഇത് കല്ലുപാറയിൽ നിന്നും സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു പയ്യനാണ്. പേരെന്തോന്നാണ്? ആദി എങ്ങനെയാണ് രാവിലെ സ്കൂളിൽ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ആദി രാവിലെ സ്കൂളിൽ പോകുന്നത് കല്ലുപാറ, അതായത് നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ, അതായത് ട്രൈബൽ ഗ്രാമത്തിൽ നിന്നിട്ടും ഇവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ വരെ വണ്ടി വരുള്ളൂ. നമ്മൾ നേരത്തെ വന്ന സ്ഥലം, അതായത് നമ്മൾ ബൈക്കൊക്കെ വെച്ച സ്ഥലം വരെ വണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞ്, അതായത് 500 മീറ്റർ ഉണ്ട്, ഏകദേശം 1/2 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആനയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പേടിച്ചിട്ട് വേണം ആദി സ്കൂളിലേക്ക് പോകാനായിട്ട്. എത്ര പേരുണ്ട് ഇവിടെ നിന്ന് സ്കൂളിൽ പോകണേ? ഇവർ 2 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 2 പേര് മാത്രമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഈ ഒരു, അതായത് കല്ലുപാറ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കയറി വന്ന ആ ഒരു കുന്നൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ താഴെ എത്തുന്നത്, അതായത് ഈ പയ്യൻ എത്തുന്നത്. അതിന് ശേഷമാണ് അവിടെ നിന്ന് സ്കൂൾ വണ്ടിയുണ്ട്, ഗോത്രസാരഥി വണ്ടിയുണ്ട്. അതിനുശേഷം ആ വണ്ടിയിലേക്ക് കയറിയിട്ടാണ് ആദി സ്കൂളിലേക്ക് വന്നത് അല്ലേ? ഇവിടെ നിന്ന് അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് സ്കൂളിലേക്ക്? 5 കിലോമീറ്ററോളം വരും. 5 കിലോമീറ്ററോളം വരും. തൊട്ടടുത്ത സ്കൂളെന്ന് പറയുന്നത് വിതിരയാണ്. ഇവിടെ കണ്ട, ഇവിടെ കുറച്ച് കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു, കവുങ്ങ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്ലുപാറയിൽ. അപ്പോൾ ഇവിടുത്തെ കൃഷിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാട്ടാന നശിപ്പിച്ചതാണ്. കാട്ടാന നശിപ്പിച്ച് കാണുന്ന കവുങ്ങിൻ്റെയൊക്കെ മൊത്തം പടലങ്ങളെല്ലാം പൊട്ടിച്ച് കാട്ടാന കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടു, ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് വളരെ ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുണ്ട്, ഒരു കവുങ്ങനെ തള്ളിയിട്ടതിന് ശേഷം ഇവിടെ കണ്ട, ഇതിനകത്തൊരു ചോറുണ്ട്, അത് തിന്നാൻ വേണ്ടിയിട്ടാണ് ആന ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ താഴെ ആ ഭാഗത്ത് കുറേ കവുങ്ങ കിടപ്പുണ്ട്. എല്ലാം കാട്ടാന വന്ന് തള്ളിയിട്ടതാണ് കേട്ടോ. നമ്മളെ ഗ്രാമത്തിൽ പോലെ തന്നെ അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട്. കസ്തൂരി മഞ്ഞൾ, പിന്നെ ഗ്രാമ്പു, പിന്നെ കവുങ്ങ് കൃഷിയുണ്ട്. കവുങ്ങ് കൃഷിയാണ് ഇതൊക്കെ കാട്ടാന തള്ളിയതാണ്. കാട്ടാന തള്ളി അതെല്ലാം കാട്ടാന തിന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള കാഴ്ചകളാണ്. ഈ ഭാഗത്തുണ്ട്, ഇതെല്ലാം കാട്ടാന വന്നതാണ്. ഇവിടെയെല്ലാം ഇവിടെ കണ്ട, ഇത് ഈ കവുങ്ങ് ഇതെല്ലാം കാട്ടാന ഒന്ന് ഇളക്കിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ കൊക്കുവേൻ്റെ കൃഷിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കൊക്കുവേൻ്റെ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചങ്ങ് മുന്നിലേക്ക് പോയി നോക്കാം. കാണുന്നത് കല്ലുപാറയിലെ ഒരു വീടാണ് കേട്ടോ. ഇത് വീടല്ലേ അമ്മ? കിടക്കുന്നതല്ലേ? കിടക്കുന്ന ഒരു വീടാണ്. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് അതന്നെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈറ ഷെഡാണ് കേട്ടോ. കല്ലുപാറയിലുള്ളൊരു ഈറ ഷെഡാണ്. ഇതാണ് വേലമ്പര എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന വീടാണ് ഈ വേലമ്പര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഇതിനകത്ത് കൊക്കയുടെ അരിയൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. മതിലൊക്കെ അടിപൊളിയായിട്ട് മുളയുടെ ചെറ്റയൊക്കെ വെച്ച് അടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി മറ്റ് കാഴ്ചകൾ കാണാൻ പോവാം. പോണേ? ഓ ശരി, അപ്പോൾ കാണാം. ഇനി വരുമ്പോൾ കാണാം. ഇനി നമ്മളെപ്പോഴെങ്കിലുമൊക്കെ വരും, വരുമ്പം കാണാം ഇനിയപ്പോൾ. അപ്പോൾ ഇതൊക്കെ കല്ലുപാറയിലെ കെട്ടിടങ്ങളാണ്. ആ പാറയ്ക്കടിയിൽ നിന്നാണ് കല്ലൊക്കെ ചുമന്നെടുത്തുകൊണ്ടാണ് ഈ ഒരു വീടുകളെല്ലാം കിട്ടിയത് കേട്ടോ. ഈ കാണുന്ന വീടുകളും ഇവിടുത്തെ വീടുകളെല്ലാം അങ്ങനെ കിട്ടിയതാണ്. നമ്മൾ താഴ്ന്ന് വരുമ്പോൾ അറിയത്തില്ല ഇവിടെ ഇത്രയും വലിയ വീടുകളൊക്കെ ഉണ്ടെന്ന്. ഇവിടെ നിന്ന് നമ്മളിനി സ്റ്റെപ്പ് കയറി ഇതിലേക്കൂടെ കയറിയാണ് നമ്മളിനി മുകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കല്ലുപാറയിലെ അശോകൻ എന്ന് പറഞ്ഞ ചേട്ടനും മോനും കൂടെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ, കൂടുതൽ സ്ഥലങ്ങളുടെ കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട്. ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഇവർ കോവിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വനദേവതമാരെയൊക്കെ സങ്കല്പിച്ചിട്ട് കൊണ്ടുള്ള കോവിലുകളാണ് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കോവിലാണ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു പാറയ്ക്ക് മുകളിലാണ്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ താഴ്ന്ന് പിന്നെയും കയറി പോകുന്നത് ഒരു വലിയൊരു പാറക്കൂട്ടത്തിൻ്റെ സൈഡിലൂടെയാണ്. അതുപോലെ അതിന് മുകളിലൂടെയാണ് കേട്ടോ നമ്മൾ കല്ലുപാറയിലേക്ക് പോകുന്നത്. അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കല്ലുപാറയിൽ ബാക്കി ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം കാട്ടാന വരുന്നതാണ് കേട്ടോ. കാട്ടാന വന്ന് ഓരോ കൃഷികളൊക്കെ ഇങ്ങനെ ആക്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിലേ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് കയറിയാണ് മുകളിലോട്ട് പോകുന്നത്. ഇവിടെ കാണുന്നത് ഇവരുടെ വേറൊരു കളമാണ് കേട്ടോ. അതായത് പൂജ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും തിരിഞ്ഞ് ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ കല്ലുപാറയിലെ മറ്റ് സ്ഥലങ്ങളും
വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. എന്നതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ വീടുകളാണ്. അപ്പോൾ ഇവിടെ അവിടെ ഒരു ഷീറ്റ് അടിക്കുന്ന മെഷീനുണ്ട്. പിന്നെ അതാ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെയും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലുള്ള കൃഷി എന്ന് പറയുന്നത് ഈ കാണുന്ന റബ്ബർ കൃഷി തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഊരിനകത്തൂടെ എപ്പോഴും ആന പോകുന്നതാണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം കാട്ടാന പോയതിൻ്റെ കാൽപ്പാടുകളൊക്കെയാണ്. ഇവിടുത്തെ ഒരു കുളമാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഒരു കുഞ്ഞ് പുഴയൊക്കെ ഉണ്ട്. അവിടുത്തെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തൊട്ട് മുകളിൽ ഒരു ലാസ്റ്റ് വീട് അല്ലേ, ഭാഗത്തൂടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ ഉണ്ടല്ലോ, അവിടെയാണ് ഒരു ലാസ്റ്റ് വീടെന്ന് പറയുന്നത്. അതാണ് കല്ലുപാറയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും താഴെ വരുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ശരിക്കും ഇതിന് മുകളിൽ ഇത്തരത്തിലുള്ളൊരു ഗ്രാമമായിരിക്കും. ഏകദേശം 20ഓളം വീടുകളുണ്ടെന്നാണ് നമുക്കിവിടെ ചോദിച്ചപ്പം അറിയാൻ പറ്റിയത്. താഴെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കുകയില്ല ഇവിടെ ഇത്തരത്തിൽ ഒരു ഗ്രാമമുണ്ടെന്നും ഇവിടെ ഇത്തരം വീടുകൾ കുറേ വീടുകളൊക്കെ ഉണ്ടെന്നും. ഇവിടെ കാണുന്ന റബ്ബറൊക്കെ കണ്ട. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാട്ടാന വലിച്ച് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. കാട്ടാന ചവിട്ടി ഓടിച്ചിട്ടിരിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ കുറച്ച് കൃഷികളും റബ്ബറൊക്കെ ഇതാ. ഇതെല്ലാം നമ്മൾ ശരിക്കും കാറ്റൊടിച്ചതാണെന്ന്, ശരിക്കും കാറ്റൊടിച്ചതല്ല, ഇത് കാട്ടാന ഓടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്ത് കല്ലുപാറ ഊരിലൂടെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ആ ഒരു പാറക്കൂട്ടമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഇതിന് മുകളിൽ ഇത്ര പെട്ട സൗകര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ ഇത്തരത്തിൽ വീടുകളും കുടിലുകളൊക്കെ ഉണ്ടാകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20ഓളം വീടുകളാണ് കല്ലുപാറയിലുള്ളത്. പക്ഷേ കാട്ടാനയുടെ ഭീതിയിൽ കഴിയുന്നൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. പല ഊരിനകത്തൂടെ മിക്ക ദിവസങ്ങളിലും കാട്ടാന പോയതിൻ്റെ കാൽപ്പാടുകളും അവശിഷ്ടങ്ങളും ആനപ്പിണ്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. കാട്ടാന പോയതിൻ്റെ കാൽപ്പാടാണ് കണ്ട. കാട്ടാന വന്ന് ഇവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ പ്ലാവുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ കാണുന്ന പ്ലാവുകളിൽ നിന്നൊക്കെ ചക്കയുണ്ടല്ലോ, ചക്കയൊക്കെ ഇങ്ങനെ കാട്ടാന പിടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ട ഇവിടെ കുറേ ആയിട്ടും ഇങ്ങനെ പ്ലാവുകളുണ്ട്. ഇത് കണ്ട, ഇതൊക്കെ കാട്ടാനയുടെ കൊമ്പൊക്കെ കുത്തുന്നത് കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ട, ഇതൊക്കെ കാട്ടാനയുടെ കണ്ട ചെളിയാണ്. ഇദ്ദേഹത്തുള്ള ചെളിയൊക്കെയാണ് ഈ കാണുന്നത്, തേക്കുന്നതാണ്, ഇങ്ങനെ ഉരയ്ക്കുന്നത് വന്നിട്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഇതെല്ലാം ഓരോ മൃഗങ്ങൾ, കാട്ടാന, കാട്ടുപന്നി, കാട്ടുപോത്ത്, അങ്ങനെയുള്ള ഓരോ മൃഗങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാഴ്ചകളാണ്. വേറെ ഊരിലൂടെ അവരുടെ കൃഷിവിളയിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കാട്ടാന ഏറ്റവും കൂടുതലും ഉള്ള, കാട്ടാനയുടെ ആക്രമണങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ കാട്ടാനേനെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ഏറുമാടങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒരു ഏറുമാടമാണ്. പിന്നെ ഇവിടെ ഒരു ഏറുമാടമുണ്ട്. നമുക്കെന്തായാലും ഈ ഏറുമാടത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഊരിൽ കാണുന്ന ഒരു ഏറുമാടമാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടുത്തെ ഏറുമാടം. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. സ്റ്റെപ്പിലൂടെ മുകളിൽ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉയരമുണ്ട്. അപ്പോൾ നമ്മളവിടുത്തെ പോലത്തെ അല്ല, ഇവിടെ മൊത്തം ടെക്നോളജിയാണ്. കണ്ട, ഏറുമാടം ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറുമാടത്തിന് മുകളിലൊന്ന് താഴേക്ക് കാണുന്ന കാഴ്ചയാണ്. ഇതാ നമ്മുടെ പയ്യനും കയറി വന്നിട്ടുണ്ട് ഇത്രയും ദൂരം. 2 മാടങ്ങളുണ്ട്. അപ്പോൾ ഇതാ ഇത് ഒരു മാടമാണ് കേട്ടോ ഇവിടുത്തെ ഏറുമാടം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനേനെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാടങ്ങൾ കൃഷിവിളകളിൽ കെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാടം ലോക്ക് ചെയ്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിൽ ഏറുമാടങ്ങൾ ലോക്ക് ചെയ്തിടുന്നത്. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീറ്റൊക്കെ കാണുമായിരിക്കും അതിനകത്ത്. അപ്പോൾ അത് ആരും ഇങ്ങനെ അടിച്ചുകൊണ്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിടുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ കുറച്ച് താഴേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലുപാറ എന്ന് പറഞ്ഞൊരു പാറയുടെ കാഴ്ചകൾ കൂടുതലായിട്ട് കാണാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തൂടെ പോകണം. തൊട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ കല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് കുറേ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതോടൊപ്പം നമ്മൾ തൊട്ട് മുകളിൽ കണ്ട ആ ഒരു ഏറുമാടം ഉണ്ടല്ലോ, ആ ഒരു ഏറുമാടത്തിന് തൊട്ട് താഴെ വേറൊരു ഏറുമാടവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. താഴെ കാണുന്ന ഒരു ഏറുമാടമാണ് കേട്ടോ കണ്ടത്. ഇത് അത്യാവശ്യം വലിപ്പത്തിലുണ്ട്. അതായത് ഹട്ടുകളാണ്, നമ്മുടെ ഏറുമാടത്തിലുള്ള സ്റ്റേകൾ പോലെ. ഇവിടെ ഇങ്ങനെ ഒരു കൃഷിയാവലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാടങ്ങൾ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതിന് താഴെ ഒരു ഏറുമാടമുണ്ട് കേട്ടോ. ടോട്ടലി 3 ഏറുമാടങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ കാട്ടാനകൾ ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് അതിനെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാടങ്ങൾ കെട്ടുന്നതും ഇവിടെ രാത്രി സമയങ്ങളിൽ കാവൽ കിടക്കുന്നതും കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കൃഷിവിളകളുടെ സൈഡൊക്കെ തീർന്നിട്ടുണ്ട്. ഈ കാണുന്നത് കണ്ടോ.
അപ്പോൾ ഇതുവരെ കൃഷിവിളയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അതിർത്തിയാണ്, ഇതിനപ്പുറം കൃഷിവിളയും ഇതിന് പുറത്ത് വനഭൂമിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൃഷിവിളയൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള കാട്ടാന ശല്യമൊക്കെ രൂക്ഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ കാണുന്ന കാട്ടിനുള്ളിലൂടെ നമ്മൾ കല്ലുപാറ എന്ന് പറഞ്ഞൊരു പാറയെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഒരു പാറയുടെ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അടിപൊളി വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഇവർ ഈ വിറകൊക്കെ വെട്ടാൻ പോകുന്നതൊക്കെ വഴിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വ്യൂ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരുപാട് സ്ഥലങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കല്ലുപാറയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വ്യൂകളൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കല്ലുപാറയെക്കുറിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചകളും ഊരുകളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും എടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താഴെ നിന്ന് കണ്ട ആ ഒരു പാറയിലൂടെയാണ് കേട്ടോ ഇപ്പം നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് മനോഹരമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരം സമയത്തൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കല്ലുപാറ എന്ന് പറയുന്ന ഒരു ഇവിടുത്തെ പാറയിൽ നിന്നിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ കണ്ട എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമത്തിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷേ കല്ലുപാറയിൽ നിന്നും കാണുന്ന ഈ മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ടല്ലോ, അത് അടിപൊളി തന്നെയാണ്. അതല്ലേ പൊന്മുടി 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 അവിടെ നേരത്തെ പറഞ്ഞിട്ട് പാമ്പ് വന്നു പറഞ്ഞേ, പാമ്പ് അവിടെ നിന്ന് വന്ന് അങ്ങനെ വന്ന് അങ്ങനെ ഇവിടെ താഴെ ഈ സ്റ്റെപ്പിന് താഴെ ഇതുണ്ട്, സ്റ്റെപ്പുണ്ട്. മറ്റേ കല്ല് പാമ്പ് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആളും ജനസംഖ്യയില്ല. അവിടെ വെളിച്ചം മറ്റേ വിളക്കോട്ടം ഉണ്ട്. അങ്ങനെ പാമ്പ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മറ്റേ പറന്നു പറഞ്ഞത് ചില വെള്ളം കൊണ്ട് ഇങ്ങനെ പറന്ന് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ദേവൻ്റെ ഭാര്യയെ ഇങ്ങനെ കല്ലെടുത്ത് വെച്ചത്. കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് കാണുന്നുണ്ട്. അതായിരിക്കും വിതിരയിലെ മലയടിയാണ്. നമ്മുടെ വിതിരയുടെ ഓരോ ടൗണുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ആ ഭാഗമൊക്കെ കല്ലുറയിൽ വന്നിട്ടുണ്ട് ഗൈസ്. പോളി പോളി നേരം കല്ലുപാറയിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തേക്കാണ് കേട്ടോ പോണത്. അപ്പുറത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് ഇതാണ് കേട്ടോ കല്ലുപാറ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട എത്രത്തോളം മനോഹരമാണ് ഈ പാറയിൽ നിന്നിട്ടുള്ള കാഴ്ചകൾ. ഇതിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടാണ് നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ വെച്ചത്. ഈ പാറയ്ക്ക് തൊട്ട് താഴെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരം സിറ്റിയെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ IISR, അതായത് ഐസർ, IISER ഐസർ, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച്, സയൻസിൻ്റെ റിസർച്ച് സെൻറ്റർ, കേരളത്തിലേക്കുള്ള റിസർച്ച് സെൻറ്റർ ഇരിക്കുന്നത് ബിദുരയിലാണ്. അപ്പോൾ ബിദുര ഐസറിൻ്റെ കാഴ്ചകളും കൂടെ നമുക്ക് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പൊന്മുടിയുടെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഓ, നമ്മൾ പറഞ്ഞ ഐസർ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് കാട്ടിനുള്ളിലൂടെ പോയാൽ ഐസറിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം. കാട്ടിനുള്ളിലൂടെയാണ് കേട്ടോ എല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കരടി ചിതൽപുട്ടിടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് നമുക്ക് ഐസർ കാണാൻ പറ്റുന്നുണ്ട് കാട്ടിനകത്തൂടെ. സൂം ചെയ്ത് കാണിച്ചു തരാം. പാറ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് നമ്മൾ ഐസറിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഒരുപാട് സമയമായി നമ്മൾ വന്നിട്ട്, ഏകദേശം വൈകുന്നേരം ആവാൻ പോകുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കല്ലുപാറ തൊട്ട് താഴെയാണ്. ഇതാണ് പെരുന്താലമല. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി കല്ലുപാറ നമ്മൾ വണ്ടി വെച്ച സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം സൂര്യനൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അതുകൊണ്ട് അവിടെ ഒരു പരുന്ത് പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ച് നമ്മൾ നേരെ ഇനി വണ്ടി വെച്ച സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്.
അപ്പോൾ ഒരു രക്ഷയില്ല. സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പെരുന്താലമല. അപ്പോൾ ഇതിന് തൊട്ട് താഴെയാണെന്ന് കല്ലുപാറ എന്ന് പറയുന്ന പാറ ഉള്ളത് കേട്ടോ. സമയം വൈകിട്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കയറിപ്പോയ സ്ഥലമുണ്ടല്ലോ, കല്ലുപാറ ഊരിലേക്ക് പോയ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ദൂരം നമ്മളിങ്ങനെ ഊര് ചുറ്റിനും അങ്ങനെ അടിച്ച് കറങ്ങി കേട്ടോ. മൊത്തത്തിൽ കറങ്ങിയെന്നാണെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ കയറിപ്പോയപ്പോൾ ഇവിടെ കൂടെയാണ് കേട്ടോ പോയത്, ഈ വഴി കൂടെയാണ് പോയത്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ കാട്ടിനുള്ളിലൂടെ ഈ വഴിയിലൂടെയാണ് കറങ്ങി വന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു മാമനാണ് നമ്മളെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നത്. പിന്നെ മാമൻ്റെ മോൻ, പേര് പറഞ്ഞോട്, ആദിയാണ് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ. ആദിയുടെ അച്ഛനും കൂടെയാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നത്. അപ്പം നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മളങ്ങനെ കല്ലുപാറയിൽ നിന്ന് പോവുകയാണ്. ഹായ്, പോട്ടാ അപ്പോൾ മാമ, ശരി, അപ്പോൾ കാണാം. അപ്പോൾ ഇനി വീഡിയോയിൽ കാണാം. ഓക്കെ. രാവിലെ കയറിപ്പോയ സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പയ്യനും അവൻ്റെ അച്ഛനും, അതായത് ഞങ്ങളൊരു ബന്ധുത്തിൽ ഒരു മാമനായിട്ട് വരും, പുള്ളിയാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൂടുതൽ കാണിച്ചു തന്നിട്ടുള്ളത്. അവർ നമ്മൾക്ക് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. കല്ലുപാറ, പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വലിയ പാറയൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. പിന്നെ ഇവിടെ നിന്ന് സിറ്റിയൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പോയൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഓപ്പോസിറ്റ് അടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. കല്ലുപാറ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തെ കാഴ്ചകളൊക്കെ നമ്മൾ മാക്സിമം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കല്ലുപാറയൊക്കെ അടിച്ച് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കല്ലുപാറയിൽ നിന്ന്. ഇവിടെ കൂടെയാണ് നമ്മൾ കയറിപ്പോയത്. അതേ വഴി തന്നെ നമ്മൾ തിരിച്ചിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കല്ലുപാറയ്ക്ക് താഴെ വന്നിട്ട് നമ്മളിവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇതിലെയാണ് നമ്മൾ പോയത്. അത് പോയതിന് ശേഷം നമ്മൾ ഒരു പാറയ്ക്ക് മുകളിൽ കയറിയില്ല, അതായത് ഈ പാറയ്ക്ക് ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കയറിയിട്ടാണ് നമ്മൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 5:30 വൈകുന്നേരം 5:30 ആയപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ കയറിപ്പോയത്. ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മളിതാ തിരിച്ചെത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ പോയ പയ്യന്മാരെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്ട, ഒന്നിതാ ഇവനാണ് മണികണ്ഠൻ, പിന്നെ അതാ രഞ്ജിത്ത്. ഇവന്മാർ രണ്ടുപേരുമാണ് ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കല്ലുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോയിട്ട് നമ്മളിതാ തിരിച്ച് തൊട്ട് താഴെ വന്ന് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ കയറിയതായി പിറകിൽ കാണുന്ന ഈ പാറയ്ക്ക് ടോപ്പിലാണ്. അപ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, എൻ്റെ ഒരു രക്ഷയില്ല. അവിടുത്തെ വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളടുത്ത്, അതായത് കല്ലുപാറയിലെ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് ഒരാളെ മാത്രമാണ് കിട്ടിയത്. ആ മാമൻ്റെ അടുത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളി അതുപോലെ തന്നെ നമുക്ക് കല്ലുപാറയിലെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു തന്നു. നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലും പിന്നെ അപ്പുറത്ത് ഐസറിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. എന്തായാലും ആ സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്രത്തോളം മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് പുള്ളി കൊണ്ട് കാണിച്ചിരുന്നത്. ഞാൻ വിചാരിച്ച് കല്ലുപാറയിലേക്ക് വീഡിയോസ് എടുക്കാൻ വന്നിട്ട് ആകെ ശോകമുഖമായ അവസ്ഥയിലൂടെ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ കൂട്ടത്ത് എൻ്റെ പയ്യന്മാരും ഉണ്ടായിരുന്നു. അമ്മമാരുടെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും കല്ലുപാറയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കണ്ടല്ലോ, ഒരുപാട് ഉള്ളിലാണ്, വനത്തിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആനയുടെ ആക്രമണങ്ങളും കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ വന്ന് ഇവിടുത്തെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നുണ്ട് കല്ലുപാറ ഊരിലെ. അപ്പോൾ ഇത്തരം ഗ്രാമങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കൂടുതലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ കല്ലുപാറ എന്ന് പറയുന്ന വിതുര ഗ്രാമപഞ്ചായത്തിലെ പേപ്പാറ വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഇനിയും ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളും അതുപോലെ വനത്തിനുള്ളിലെ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ചിലപ്പോൾ പയ്യന്മാരൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. അവന്മാരുടെ സൗകര്യം ഉള്ളതുപോലെ അവന്മാരും ചിലപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് വരും. പിന്നെ ചിലവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രഞ്ജിത്തിനെ കാണാനില്ലെന്ന്. അപ്പോൾ ഇവനാണ്, ഇത് രഞ്ജിത്താണ്, നമ്മുടെ ബ്ലോഗർ രഞ്ജിത്താണ്. നമ്മൾ അതിരുമലയൊക്കെ പോയപ്പോൾ യാത്രയ്ക്ക് പോയപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു. ഇത് അവൻ്റെ ചേട്ടനാണ് മണികണ്ഠൻ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരുമാണ് ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി പയ്യന്മാർക്ക് വെള്ളം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പയ്യന്മാരെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം കല്ലുപാറ എന്ന് പറയുന്ന ഉൾഗ്രാമത്തിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ കല്ലുപാറയ്ക്ക് താഴെ നിന്നിട്ട് അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ ഗൈസ്.